പായസം എങ്ങനെയുണ്ട്? സാരില്ല, അത് അമ്മ തൂത്ത് കളഞ്ഞോളാം കേട്ടോ. ഡ്രസ്സ് മാറാം. പായസം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗോതമ്പ് പായസമായിട്ടാണ്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു പായസമൊക്കെ വെക്കാന്ന്. അപ്പം പായസം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നല്ല അടിപൊളി ഗോതമ്പ് പായസം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാട്ടോ. ഒട്ടും സമയം എടുത്തിട്ടില്ല, ടപ്പേന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം പായസം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ പായസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. സൂചി ഗോതമ്പല്ല, സാധാ വലിയ ഗോതമ്പ് നുറുക്കിയതാണ്. അപ്പോൾ അതിന് നല്ല വേവുണ്ട്. സൂചി ഗോതമ്പിന് ഉപയോഗിക്കുന്നതിനേക്കാളും വെള്ളവും കൂടുതൽ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിത് കഴുകി വാരി വേവിക്കാനായിട്ട് വെക്കുകയാണ്. കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. സാധാരണ സൂചി ഗോതമ്പാണല്ലോ പായസത്തിന് ഉപയോഗിക്കണേ. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഗോതമ്പ് ഇവിടെ വീട്ടിലിരുന്നപ്പം കഞ്ഞി വെക്കാനായിട്ട് വാങ്ങിച്ചാട്ടോ ഞങ്ങൾ ഗോതമ്പ്. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂചി ഗോതമ്പ് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തോന്നി ഇതിന്. അപ്പം നന്നായിട്ട് പക്ഷെ വേവിക്കണം, നന്നായിട്ട് വെന്താൽ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ. 400 ഗ്രാം ഗോതമ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കുക്കറിൽ 4 വിസിലടിച്ചു. അതിനുശേഷം ആവിയൊക്കെ പോയതിന് ശേഷം മാത്രമായിട്ട് തുറന്നോളൂ. പിന്നെ ഇതിലേക്ക് 400 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചത്. അപ്പോഴും നന്നായിട്ട് വെള്ളത്തിലാണ് ശർക്കര ഒഴിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവാൻ പാകത്തിന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഗോതമ്പല്ലേ കുറുകിപ്പോവും. ഇത് തേങ്ങയുടെ 3-ാം പാല് ആണ് ഒഴിച്ചേക്കുന്നത്. തേങ്ങയുടെ ഒരു തേങ്ങയാണ് എടുത്തത്, അതിൻ്റെ 3-ാമത്തെ പാലാണിത്. 1-2 പാല് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ, ഒരുപാട് പറ്റാൻ നീക്കണ്ട. പിന്നെ അതിന് ശേഷം 2-ാമത്തെ പാലൊഴിച്ചു. അതും നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ, ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുത്ത പാലൊഴിക്കാം. ഞാനിതിലേക്ക് കുറച്ച് 1-2 ഉപ്പുകല്ലും കൂടെ ഇടുവാണ്. അപ്പോൾ ഈ ഗോതമ്പല്ലേ, അപ്പോൾ ഒരു മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിടണം, നല്ലതാണ്. പിന്നെ ഇതിലേക്ക് വീണ്ടും 1-ാം പാൽ ആഡ് ചെയ്യുവാണ്. 1-ാം പാൽ ആഡ് ചെയ്തിട്ട് ഒരുപാട് തിളയ്ക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിനാണ്. ഒരുപാട് ഗോതമ്പ് പായസം കുറുകിപ്പോവരുത്. കുറുകിപ്പോയാൽ ഇരിക്കും തോറും ഇങ്ങനെ ഒത്തിരി കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ട് തന്നെ എടുക്കുക. ഇത് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നല്ല പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിടുക. അപ്പോൾ പായസം കംപ്ലീറ്റ് ആയി. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൂടെ വറുത്തിടാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കാഷ്നട്ടും കിസ്മിസും വറുത്തിട്ടു. അതിപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുമായിട്ട് അറിയിക്കാം. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.